നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ അൽ നസറിന് പരാജയം. രണ്ടിനെതിരെ 3 ഗോളുകൾക്ക് അൽ ഇത്തിഫാക്കാണ് അവരെ പരാജയപ്പെടുത്തിയത്. അൽ നസറിനായിട്ട് ഐമൻ യഹിയയും അൽ ഫാത്തിലുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ഗിനി വൈനാൽഡും ഇരട്ട ഗോളുകളാണ് അൽ നസറിൻ്റെ വലയിലേക്ക് അടിച്ചു കയറ്റിയത്. അൽ ഫാത്തിലിൻ്റെ ഓൺ ഗോൾ കൂടിയായപ്പോൾ അൽ ഇത്തിഫാക്ക് വിജയിച്ചു കയറുകയായിരുന്നു. ജോൺ ഡ്യൂഡൻ റെഡ് കാർഡ് കണ്ട് പുറത്തായി എന്നുള്ളത് അൽ നസറിന് കളിയുടെ അവസാനത്തിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. മത്സരത്തിൽ അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ജോൺ ഡ്യൂഡനും അതുപോലെ സാദിയോ മാനയും ഐമൻ യഹിയയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 47ാമത്തെ മിനിറ്റിൽ ഐമൻ യഹിയയുടെ ഗോളിലൂടെ അൽ നസർ മുന്നിലെത്തിയതാണ്. പക്ഷേ വൈനാൾഡും 55ാമത്തെ മിനിറ്റിൽ ഇത്തിഫാക്കിനെ ഒപ്പമെത്തിച്ചു. 65ാമത്തെ മിനിറ്റിൽ അൽ ഫാത്തിലിൻ്റെ ഗോളിലൂടെ അൽ നസർ വീണ്ടും ലീഡെടുത്തു. പക്ഷേ അവസാന ഘട്ടത്തിൽ മിസ്റ്റേക്കുകൾ അൽ നസറിന് തിരിച്ചടിയായി. അൽ ഫാത്തിലിൻ്റെ ഓൺ ഗോളിൽ അൽ ഇത്തിഫാക്ക് ഒപ്പം പിടിച്ചു. 89ാമത്തെ മിനിറ്റിൽ വൈനാൽഡും ഗോളടിച്ചതോടുകൂടി കളി 3-2 അൽ ഇത്തിഫാക്ക് പിടിക്കുകയായിരുന്നു. എന്നാൽ കളിയുടെ അവസാന ഘട്ടത്തിൽ എതിർത്താരത്തെ ഒന്ന് പുഷ് ചെയ്തു, ഒന്നിങ്ങനെ സ്ലാപ്പ് ചെയ്യുന്ന പോലെ എതിർത്താരത്തിൻ്റെ തലയിൽ തൊടുന്ന ജോൺ ഡ്യൂറനെ നമ്മൾ കണ്ടു. ആ താരം നിലത്തേക്കങ്ങ് വീഴുകയും ചെയ്തു. റഫറി റെഡ് കാർഡ് എടുത്ത് ജോൺ ഡ്യൂറനെ പുറത്താക്കുന്നു. ക്രിസ്ത്യാനോ അപ്പോൾ കലിപ്പിലാവുന്ന കാഴ്ചയൊക്കെ കണ്ടെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ, താരം പുറത്താകുന്നു. 2-3 അൽ നസർ പരാജയപ്പെടുന്നു. കളി തോറ്റതോടുകൂടി 21 കളികളിൽ നിന്ന് 44 പോയിന്റോടെ അൽ നസർ ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ 4ാം സ്ഥാനത്തേക്ക് വീണിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.